തുടങ്ങിയേക്കാം. സംശയിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഒന്നുമല്ല, ഒരു ദുരൂഹ സാഹചര്യത്തിൽ ബന്ധപ്പെട്ടു. നിങ്ങളൊക്കെ അവരുടെ കൂട്ടുകാരല്ലേ, സംശയിക്കാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളൊരു കാര്യം കിട്ടുന്നുണ്ട്. അവസാനം ഇടുന്നാവും. അപ്പൊ ശരി, നമുക്ക് തുടങ്ങിയേക്കാം. സാറേ, സാറിനെ പോക്കം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നത് വേണ്ട, അവൻ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. അതുവരെ അവനെ ഞങ്ങൾ കൊണ്ടു നടന്നത്. അല്ലാതെ അവന്റെ മരണത്തിൽ വിഷമിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതിലേക്ക് സാറിനും കൂടി ഇങ്ങനെ. സാറിനെ പോക്കം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നത് വേണ്ട. എടാ, ഇമോഷൻ എനിക്ക് മനസ്സിലാവും. കൂടെ പറപ്പോലെ കൊണ്ട് നടന്നൊരു വീട്ടുകാരാണ് നിങ്ങളുടെ പോയത്. പക്ഷേ അതൊരു ദുരൂഹ മരണമാണ്, ആത്മഹത്യ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവൻ ആത്മഹത്യ ചെയ്തത്. അതൊരു കൊലപാതകം തന്നെയാണ്. കാരണം എന്നാ, അവൻ മരിച്ചിടന്നപ്പോ സമയത്ത് അവിടെ എന്നാ ഉണ്ടായത്? തറയിൽ ആ കാല് കുത്തി നടന്നു, അല്ലെങ്കിൽ ആ കട്ടില് കാല് കുത്തി. അതെങ്ങനെ സംഭവിക്കും? ആരെ കെട്ടി തൂക്കിയല്ലേ? ഓ, ഈ പോലീസുകാരെ അത്ര പൊട്ടന്മാരൊന്നുമല്ല. ഞാൻ എന്റെ റിപ്പോർട്ട് വായിച്ചു നോക്കി. കണ്ട എന്നാന്നറിയാവോ? കുറെ മുറിപ്പാടുകള്, അല്ല ചുമന്ന തുടുത്ത. എന്താ, ക്രിക്കറ്റ് അടിച്ചോ പറ്റിയതാ? അല്ലല്ലോ. അവൻ മരിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ആ പാടുകൾ കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അവിടെ ഒരു സ്ട്രഗിൾ നടന്നിട്ടുണ്ട്. അതായത് ആരോ ഉദ്ദേശപൂർവം അവനെ കൊന്നു. എന്തേ, അണ്ണാക്കി പിരിവെട്ടിയോ? സാറേ, ഞാൻ സംസാരിക്കും. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരാണ്? ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോ അതിനുള്ള മര്യാദയ്ക്ക് ഒരു ഉത്തരം പോലും തരാൻ കഴിയില്ലാത്തവന്മാര്. അണ്ണാക്കി പിരിവെട്ടിയല്ലോ. എന്തേ ചോദിക്കാൻ? അവൻ മരിച്ചത് മെയ് 24, ഓടിയിട്ട് 25-ാം തീയതി. അതൊക്കെ അവൻ മരിച്ച സമയം ആ റിപ്പോർട്ട് വെച്ച് പറയുന്നത് ഏകദേശം ഒരു ഉച്ചയ്ക്ക്, അതായത് മെയ് 24 ഉച്ചയ്ക്ക് ഒരു 2:45 ആ സമയം. അതൊക്കെ പക്ഷേ അവൻ മരിക്കുന്നതിന് 10.5 മണിക്കൂർ മുമ്പ് ആ ഒരുപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതെല്ലാം പോട്ടെ, അതൊരു കൊലപാതകം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം, സൈബർ സെല്ല് വെച്ച് നിങ്ങളുടെ ഫോണൊക്കെ ട്രാക്ക് ചെയ്യുന്നത്. ലൊക്കേഷൻ ടവർ ഈ ടവറൊന്നും അല്ല, വേറെ ഏതോ ടവറാണ്. ഓക്കെ, പക്ഷെ എനിക്കറിയേണ്ടത് നിങ്ങളോട് ആ ടവറിൽ എന്ത് നിങ്ങൾ ചെയ്യുക? അവരോട് ഉത്തരം നിങ്ങൾ എനിക്ക് തരണം. കാരണം ഞങ്ങൾ അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പൊ ഞങ്ങൾ അടുത്തൊരു ഓഡീഷൻ നടന്നായിരുന്നു. അപ്പൊ അതിന് ചാൻസ് ഉണ്ടെന്ന് അറിയുമ്പോൾ ഞങ്ങൾ പോയതാണ്. കണ്ടിട്ടെല്ലാം കിട്ടിയോ? സാറേ, മറ്റു ഞങ്ങളുടെ ഭാഗ്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. മരിച്ച അഭ്വേദന സിനിമയിലേക്ക് അവസരം കിട്ടിയല്ലേ? അത് നിങ്ങൾ അറിഞ്ഞായിരുന്നു? അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇല്ല. അല്ല, അത് ഞങ്ങൾക്ക് യാതൊരു രീതിയിലും ഈ സിനിമയിലുള്ള ഓഫറോ വാഗ്ദാനങ്ങളോ ഒന്നും നിന്നിട്ടില്ല. സാറേ, അവൻ ഭയങ്കര സെൽഫിഷാണ്. അവൻ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവൻ ഭയങ്കര സെൽഫിഷ്. സ്വന്തം കൂട്ടുകാരനെ പോലും മനസ്സിലാക്കാൻ പറ്റുന്നത് നീ. കഴിഞ്ഞ ദിവസം ഞാൻ അവന്റെ ഫോണ് സൈബർ സെൽ വഴി ഒന്ന് ചെയ്തായിരുന്നു. അപ്പൊ കണ്ടതാ, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എനിക്ക് തോന്നി. കേട്ട് നോക്ക്. അതായത് നിനക്കൊക്കെ ചാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാടാ അവൻ കഷ്ടപ്പെട്ടോണ്ടിരുന്നത്. നീ എന്നെ വിചാരിച്ചത് അവനെല്ലാം ഒറ്റ കൊണ്ട് പോകുന്നു, നിനക്കെ ചതിക്കുമെന്നു? ഇവിടെ അവന് നിന്നേക്ക് വലിയ കാര്യമായിരുന്നടാ. ശരി, ഇനിയെങ്കിലും അവന്റെ മരണത്തിന് കാരണം തെളിയിക്കണം.
കൂടെ നിൽക്കുക. നിങ്ങളുടെ കൂട്ടുകാരൻ മരിച്ചു, ഇതിപ്പോ ഒരാഴ്ച പറയും. അതൊരു കൊലപാതകമാണ്, തെളിയിക്കണം. അവന് നീതി നിർത്താൻ നമ്മൾ വേണം മേടിച്ചു കൊടുക്കാം. ഇന്നലെ നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറഞ്ഞ് നടക്കുന്നത്. അവൻ വിവേക് സാറെ കാണുന്നത് ചാൻസർ വേണം. ശരി, അവൻ സെൽഫിഷായവാ, അത് അവന്റെ സ്വഭാവത്തിന്റെ രീതി, അതിനെ നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. നമുക്കിത് കണ്ടുപിടിക്കണം. അവൻ ഞങ്ങളെ അപ്പോ അത് ഞങ്ങളെ കൂടെ ആവശ്യമാണ്. അവനെ കൊന്ന ആരാണെന്ന് ഞങ്ങൾ അതേതോ പറയാനെങ്കിലും ഞാനിത് ഉണ്ടല്ലോ. അതെ സാറേ, അതുകൊണ്ട് അവനെന്തെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. ശരി, ഇതിലും കൂടുതലായിട്ടോ കാരണം കുറ്റബോധമുണ്ടോ? ഉണ്ട്. നമുക്കതൊക്കെ വേണ്ടി ചാവണ്ടവര് തന്നെയാ. ഇങ്ങനെ ചത്തു